ഒരു കഥ സൊല്ലിട്ടുമ്മ സീരീസിലെ നെക്സ്റ്റ് കഥയാണ്. ഏകദേശം 2024 ലാസ്റ്റേക്ക് ആയപ്പോൾ ഞാൻ ബ്രദറിനെ പോലെ കാണുന്നൊരു കുട്ടിയുണ്ട്. കൃഷ്ണൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേച്ചി 2025 ജനിക്കുന്ന കുട്ടികളെയൊക്കെ ഒരു പേര് പറയും, അറിയാവോ ചോദിച്ചു. നമ്മൾ ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവരെയൊക്കെ ജനറേഷൻ ബീറ്റ എന്നാണ് പറയുന്നത്, അവരൊക്കെ അറിയപ്പെടുന്നത് അങ്ങനെയാണെന്നേ. ഞാൻ പറഞ്ഞു ഇല്ലടാ, അറിയില്ല എനിക്കിതിനെ പറ്റിയെന്ന്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ FBയിൽ ഇതിനെ പറ്റിയിട്ട് കണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് 2025 തൊട്ട് 2039 വരെ ജനിക്കുന്ന കുട്ടികളെയൊക്കെ ഇനി അറിയപ്പെടാൻ പോകുന്നത് ജനറേഷൻ ബീറ്റ എന്ന കാറ്റഗറിയിലാണ്. അവർ മാത്രമല്ല കേട്ടോ, നമ്മുടെ പണ്ടത്തെ ജനറേഷൻ ഗ്യാപ്പില്ലേ, ആ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ ഇവർ പേരൊക്കെ ഇട്ടിട്ടാണ് വിളിക്കണേ. ഈ 2010 തൊട്ട് 2024 ജനിക്കുന്ന കുട്ടികളെ ജനറേഷൻ ആൽഫ എന്നും 1996 തൊട്ട് 2010 വരെ ജനിക്കുന്ന കുട്ടികളെ ജെൻസി എന്നും 1981 തൊട്ട് 1996 ആ റേഞ്ചിലുള്ള ആൾക്കാരെ മില്ലേനിയൽസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കുക പണ്ട് നമുക്ക് ഇങ്ങനൊന്നും പേരൊന്നും ഇല്ലായിരുന്നല്ലേ. ഈ 2024 2025 വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണതേ, ഈ എന്താണ് എല്ലാവരും പാരലൽ യൂണിവേഴ്സ് ആണോ, ഇനി എനിക്ക് വണ്ടി കിട്ടാൻ ഞാൻ ലേറ്റായതാണോ എന്നൊക്കെ ഒരു ചിന്തയാണ്. അപ്പോൾ പണ്ട് നമ്മൾ ഓക്കെ അതാ ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇപ്പോൾ ഓരോരോ പേരിട്ട് തന്നെ വിളിക്കണേ. അപ്പോൾ ഇതേപോലെയൊക്കെ ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നതേ സ്ത്രീകളല്ല, ഈ ഇതുവരെയും കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവരാണ്. കാരണം അവരെന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ 2K കിഡ്സിനൊക്കെ ആയിരിക്കുമല്ലോ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. 2005 മുന്നിലോട്ട് ജനിച്ച കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഏകദേശം നമ്മുടെയൊക്കെ സെയിം മെൻറ്റാലിറ്റി തന്നെയാണ്. 90s കിഡ്സ് പോലെയാണ്, നമ്മളോടൊപ്പം അവരും വളർന്നു വന്നില്ലേ. ഈ 2010 ശേഷമുള്ള ആൾക്കാരാണ് കുറച്ചുകൂടെ മാറ്റങ്ങളുള്ളതെന്ന് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?